ഈ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷനിൽ CPM-ന്റെ ഏറ്റവും വലിയ വീരവാദം എന്തെന്ന് പറഞ്ഞാൽ വർഗീയവാദികളുടെ വോട്ട് നമുക്ക് കിട്ടിയില്ല എന്നൊക്കെയാണ്. അതായത് നമ്മൾ സ്വരാജിന്റെ വിജയം, സ്വരാജ് തന്നെയാണ് വിജയിച്ചത്. കാരണം എന്താണ്, വർഗീയവാദികളുടെ വോട്ട് കിട്ടിയില്ല. PDP-യുടെ വോട്ട് അവർക്ക് കിട്ടിയത് സൈഡിൽ ഇരിക്കട്ടെ. പക്ഷേ കോൺഗ്രസ് എന്തായാലും ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പരസ്യമായ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അവർ മുന്നണിയിലോട്ട് എടുക്കുമെന്നൊക്കെ ഉള്ള ചില ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അറിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു വലിയ വോട്ട് ബാങ്ക് ഹിന്ദു വോട്ട് ബാങ്ക് അല്ലേ. ഇത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടും എന്നവർക്കൊരു ഭയം ഇപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ? അതായത് ഈ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷനിൽ, പാലക്കാട് ഇലക്ഷനിൽ ഒക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഭൂരിപക്ഷ വോട്ട് CPM-ന് കിട്ടണം എന്നുള്ളൊരു തന്ത്രം CPM കളിച്ചിരുന്നു. അതവർ കളിച്ച് അതിനു മുമ്പ് തന്നെ അവർ കളിച്ചിരുന്നു. അതായത് ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞോടെ കാൽച്ചുവട്ടിലെ മണ്ണ് പോയി എന്നുള്ള കാര്യം ഇടതുപക്ഷത്തിന് CPM-ന് മനസ്സിലായി. കാര്യം ഇവർക്ക് ഒരിടയ്ക്ക് വെച്ച് ഭയങ്കരമായ ഇസ്ലാം സ്നേഹം ഉണ്ടായിരുന്നു ഈ CPM-ന്. രണ്ടാമത് ഒരിക്കൽ കൂടെ, അതായത് ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയും LDF-ഉം എന്തുകൊണ്ട് രണ്ടാമത് ഒരിക്കൽ കൂടെ ഭരണത്തിൽ കയറി എന്നുള്ളത് നമ്മൾ കൂലങ്കഷമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇത് ഒരു എത്രയെങ്കിലും ശതമാനം മുസ്ലിം വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. CPM-നെ പോലെ ഇത്രയും അനാലിസിസ് ചെയ്യാൻ കഴിവുള്ള ഒരു പാർട്ടിയില്ല. കൃത്യമായി ബൂത്ത് അടിസ്ഥാനത്തിൽ എവിടെ നിന്നൊക്കെ വോട്ട് പോയി നമുക്ക് കണക്ക് കറക്റ്റ് ആയിരിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കാളും കറക്റ്റ് കണക്കായിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ എന്നോടിപ്പോ വിജയ് പറഞ്ഞ പോലെ, വിജയ് എന്റെ കറക്റ്റ് പോയിന്റിലേക്കാണ് ആദ്യമേ പറഞ്ഞത്. അതായത് 2026 വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വല്ലാതെ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും പിന്നീട് വെൽഫെയർ പാർട്ടി, ഇവർ രണ്ടുപേരും പിന്നെ നിലമ്പൂരും പാലക്കാടും കോൺഗ്രസിനെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസിന് ഇങ്ങനെ രണ്ടുപേരും തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ കൊണ്ടാണ്, അതായത് തീവ്ര ഇസ്ലാമിക നിലപാട് ഉണ്ടെന്ന് ഒരു വേള അന്ന് CPM പറഞ്ഞില്ല. CPM-ന് കിട്ടാതായപ്പോ മുന്തിരിങ്ങി പൊളിക്കുമെന്ന് പറഞ്ഞ് CPM പറയുന്നത് സത്യമാണ്. ആ സത്യമാണ്. അന്ന് കിട്ടിക്കൊണ്ടിരുന്നപ്പോ ഒന്നും പറയാനില്ല. 1000 വോട്ടെങ്കിലും ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് കിട്ടി. അപ്പൊ ഇതിൽ ചോദ്യം എന്ന് പറഞ്ഞാൽ BJP വോട്ടുകൾക്ക്, BJPക്ക് പോകുന്ന വോട്ടുകൾ BJPക്ക് തന്നെ പോകുള്ളൂ. ഇല്ല, അങ്ങനെയില്ല. അതാണ് പറയാൻ വന്നത്. ഭൂരിപക്ഷ വോട്ട് എന്ന് പറയുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷ, ഞാൻ പറഞ്ഞതല്ല. BJP വോട്ടുകളുണ്ട്, BJPക്ക് മാത്രം വോട്ട് ചെയ്യുന്നില്ല. അതൊരിക്കലും തെന്നി പോകാനുള്ള സാധ്യതയില്ല. അത് ശതമാനം കുറവാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഈ മൃദു ഹിന്ദു വോട്ടുകളുണ്ട് കോൺഗ്രസിന്. മൃദു ഹിന്ദുക്കൾ, നായർ, ഈഴവ കമ്മ്യൂണിറ്റി, അതായത് മൃദു ഹിന്ദുത്വം എന്ന് പറയും. കോൺഗ്രസിന് അങ്ങനെ നിലപാടുണ്ട്. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ച ഒരു പാർട്ടിയാണെന്ന് ആലോചിക്കണം. തീർച്ചയായിട്ടും. അതായത് യുവതീ പ്രവേശനത്തിനെതിരായിട്ട് നടത്താൻ പാടില്ല, അതായത് BJP-ക്കാർക്കൊപ്പം. പക്ഷെ അത് സമാധാനപരമായിട്ട് പ്രതിഷേധമായിരുന്നു മാത്രം. തീർച്ചയായിട്ടും. അത് കണക്ക് കാണിക്കാൻ വേണ്ടി. അപ്പൊ ഒരു മൃദു ഹിന്ദു സമീപനം കോൺഗ്രസിനുണ്ട്. അപ്പൊ ഈ മൃദു ഹിന്ദുത്വ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടില്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അതായത് മൃദു ഹിന്ദുത്വ വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞ നായർ, പിന്നെ ഈഴവ കമ്മ്യൂണിറ്റി വോട്ട് കോൺഗ്രസിന് ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇപ്പൊ BJPക്ക് ചെയ്യുന്നത്. BJP ആണ് ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത് ആ വോട്ട്. അത് ആ ഭാഗം പോയി. നമ്മൾ പറഞ്ഞു വരുന്നത്, നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞത് ഈ ജമാഅത്തെയും വെൽഫെയർ പാർട്ടിയും ഒക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്തതോടെ കേരളത്തിനകത്ത് ചിത്രം മാറി. ഈ CPM പറഞ്ഞു വരുത്തി ഈ പറയുന്ന പോലെ വർഗീയവാദികളാണ് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതെന്ന്. ഇങ്ങനെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് പറഞ്ഞതിന്റെ പുറകെ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് വന്നു. ഇവിടെ ഈ കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഏൽപ്പിച്ചിരിക്കുന്ന സുനിൽ കനകോലു എന്ന കർണാടകക്കാരന്റെ റിപ്പോർട്ട് AICCക്ക് പോയതില് ഈ പറയുന്ന രീതിയിൽ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി ഈ UDF-ന് ഈ തീവ്രവാദി സംഘടനകളുടെ പിന്നെ ഈ സംഘടന മുസ്ലിം സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് മറ്റ് ജില്ലകളില്, ഉദാഹരണത്തിന് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളില് കോൺഗ്രസിന് വോട്ട് കുറയും. എന്തുകൊണ്ട്? കോൺഗ്രസിന് അവിടെ ഹിന്ദു വോട്ട് ചെയ്യില്ല. കാര്യം അവർക്ക് മുസ്ലിം ആഭിമുഖ്യമാണ് കൂടുതൽ എന്നൊരു തോന്നല് പൊതുജനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം ഈ ജമാഅത്തെയും വെൽഫെയറും നിലമ്പൂർ ഇവർക്ക് വോട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുത്തുകൊണ്ട് ഇവർക്ക് അത് പറ്റി. പിന്നെ LDF അതിന് കിട്ടാത്ത മുന്തിരി പുളിക്കുന്നതോടെ കൊണ്ടായതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഊതി പെരുപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് പേടിയുണ്ട്. ആലപ്പുഴയും പിന്നെ തെക്കൻ ജില്ലകളിലും ഈ മുസ്ലിം ഇത് പറയുമ്പോൾ ഇപ്പൊ വിജയ് പറഞ്ഞതുപോലെ മൃദു ഹിന്ദുത്വ നിലപാടുള്ള ഈഴവ പിന്നെ നായർ വോട്ടുകൾ മാറാൻ സാധ്യതയുണ്ട്. അത് ആർക്ക് പോകും? BJPക്ക് പോകും. കോൺഗ്രസിന് കിട്ടത്തില്ല. ചിലപ്പോൾ CPM-ന് പോകും. ഈഴവ വോട്ട് ചിലപ്പോൾ തെന്നി CPM-ന് പോകും. കാര്യം ഈഴവ വോട്ടാണ് 26% വോട്ടും. 26% കേരളത്തിൽ ഈഴവ വോട്ടുണ്ട് നിയമസഭയിൽ. അത് പോകുന്നത് CPM-നായിരിക്കും. അപ്പോൾ ഈ ഭൂരിപക്ഷത്തോടുള്ള ഇപ്പോഴത്തെ CPM-ന്റെ സ്നേഹം, കുറി തൊടാം, അമ്പലത്തിൽ പോകാം, അമ്പല കമ്മിറ്റിയിൽ അംഗമാകാം എന്നൊക്കെ CPM-മാർ പറഞ്ഞു കഴിഞ്ഞു. ബേബി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതെന്താണ്? ഭൂരിപക്ഷ സമുദായത്തോട്
നിൽക്കാനുള്ള ഒരു അടവ്. പിന്നെ നിലമ്പൂർ ഇലക്ഷൻ നമ്മൾ നോക്കണം. നിലമ്പൂർ ഈ പിടിച്ച PV അൻവറിന് കിട്ടിയ 20,000 വോട്ട് അത് CPM കിട്ടാനുള്ള വോട്ടായിരുന്നു. CPM ഈ പറയുന്ന സ്വരാജിന് 66,000 വോട്ടുണ്ട്. 66,000 ഈ PV അൻവറിന് കിട്ടിയ 20,000 കൂട്ടുമ്പോൾ ഈ സ്വരാജിന് എത്രയായി? 80,000 വോട്ടായി. ആകെ 2 ലക്ഷം വോട്ടാണ് നിലമ്പൂരുള്ളത്. ഇദ്ദേഹത്തിന് വെറും 11,000 വോട്ടാണ് ലീഡ് കിട്ടിയത്. ആര്യാടൻ ഷൗക്കത്തിന്. അപ്പൊ ഈ 20,000 വോട്ട് എന്ന് പറയുന്നതും കൂടെ നേരെ അങ്ങോട്ട് PV അൻവറിന്റെ ഈ വോട്ടും കൂടെ പോയെങ്കിൽ M സ്വരാജും ഇയാളും തമ്മിലുള്ള ജയത്തിന്റെ വ്യത്യാസം എത്രയായി? ആര്? ഷൗക്കത്തും സ്വരാജും തമ്മിലുള്ള. അവിടെ CPMന്റെ അടവ് വിജയിച്ച, CPMന്റെ ഹിന്ദുത്വ അടവ് വിജയിച്ചു. അവിടെ സ്വരാജ് M നായർ എന്നൊരു കാൻഡിഡേറ്റിനെ പിണറായി വിജയൻ ചുമ്മയല്ല ഇട്ടത്. മലപ്പുറം പോലൊരു സ്ഥലത്ത് അങ്ങനെ ഇട്ടെങ്കിൽ 66,000 വോട്ടാണ് M സ്വരാജിന് കിട്ടിയത്. മണ്ഡലത്തിൽ ആകെ 2 ലക്ഷം വോട്ടേ ഉള്ളൂ. 20,000 വോട്ട് അൻവർ പിടിച്ച്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ഷൗക്കത്ത് ജയിക്കേണ്ടത് ഈ പറഞ്ഞ ആര്യാടൻ ഈ അൻവറുമായിട്ട് അടി ഉണ്ടാക്കിയില്ലെങ്കിൽ 25,000 വോട്ടിന് ജയിക്കേണ്ടതല്ലേ ആര്യാടൻ ഷൗക്കത്ത്? അപ്പോൾ ഇതില് കോൺഗ്രസ് ആണ് ഇപ്പൊ വെട്ടിലാകുന്നത്. കോൺഗ്രസിന് ഈ പറഞ്ഞ രീതിയിൽ ഇവരിങ്ങനെ ഇവിടെ ജയിക്കാൻ വേണ്ടി ഈ പിന്നെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തിനെയും കൂട്ടുപിടിക്കുമ്പോൾ കേരളത്തിൽ ഒട്ടുക്ക് ഇവർക്ക് മുസ്ലിം തീവ്രവാദത്തോട്, മുസ്ലിം ഇതിനോട് അല്ല, അത് മാത്രമല്ല അവർക്ക് ദേശീയ തലത്തിൽ തന്നെ അവർ പരസ്യമായി പഹൽഗാം തീവ്രവാദത്തിൽ കോൺഗ്രസ് ഇവിടെയുള്ള കോൺഗ്രസിന്റെ ആൾക്കാർ വരെ അത് പറയുന്നത് നമ്മൾ കേട്ടതാണ്. പാകിസ്ഥാനിലെ മറ്റേ അവരുടെ അസീം മുനീറിന്റെ അതേ സെന്റിമെന്റ്സ് ഇവിടെയും ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അതായത് എവിടെ അവരുടെ തന്നെ തലതൊട്ടപ്പനായ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്, അതായത് തെളിവ് എവിടെ, വിമാനം എവിടെയെന്ന്. മൊത്തത്തിൽ കോൺഗ്രസിന് ഒരു ന്യൂനപക്ഷ പ്രീണനം പാർട്ടി അല്ലെങ്കിൽ അവരുടെ സ്വന്തം പാർട്ടി, ഞമ്മന്റെ സ്വന്തം പാർട്ടി എന്നുള്ള ഒരു തലവേദന കേസാണ്. ഒരു പിക്ചർ ഇപ്പോൾ നിലവിൽ ഉണ്ട്. ഒരു മങ്ങലുണ്ട് അവർക്ക്. ഈ നിലമ്പൂർ വന്നതിന് ശേഷവും പാലക്കാട് രാഹുൽ മാങ്കുട്ടൻ ജയിച്ചതും കാര്യം ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവർ ബുദ്ധിപരമായിട്ട് ഇവരെ കൂടെ എങ്ങ് നിന്നു. പിന്നെ ഇവരൊക്കെ മനസ്സിൽ കാണുന്നുണ്ട് അടുത്ത ഭരണം കോൺഗ്രസ് ആയിരിക്കും. ആര്? ഈ ജമാഅത്തെയും വെൽഫെയറും തുടങ്ങിയ തീവ്രവാദി പാർട്ടികളൊക്കെ മനസ്സിൽ കരുതുന്ന അടുത്ത കോൺഗ്രസ് ആയിരിക്കും എന്നാണ് കരുതുന്നത്. പിന്നെ രണ്ടാമത് കേൾക്കുന്ന ഒരു തമാശ എന്ന് പറഞ്ഞാൽ നിരവധി ഈർക്കിൽ പാർട്ടികൾ ഡൊണേഷനും കൊണ്ട് നല്ല കൈക്കൂലിയും കൊണ്ട് VD സതീശനെ കാണാൻ നടക്കുന്നെന്നാണ് പറയുന്നത്. തങ്ങളെ കൂടെ പ്രതിപക്ഷത്താക്കണം. അങ്ങനെ ഏതൊക്കെയോ ചില മഹാന്മാര് സീറ്റ് വരെ ചോദിച്ചിരിക്കുന്ന പറയുന്നത്. അങ്ങനെയും കഥയുണ്ട്. കാര്യം ഭരണം വരാൻ ഇനി സാധ്യത ഇവർക്കാണ് എന്നുള്ളത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഭയങ്കര കോൺഫിഡൻസ് വന്നു കഴിഞ്ഞ് ഇവർ തറയിലെങ്ങോ ആവാതിരുന്നപ്പോഴത്തേക്ക് AK ആന്റണി പറഞ്ഞ് ഇത് കണ്ടോണ്ട് ആരും കുന്തളിക്കരുത്, കുന്തളിച്ചാൽ നിങ്ങളൊക്കെ ആകെപ്പാടെ വീണു പോവും. ഈ ഒരു ജയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് എന്ത് കറക്റ്റ് ആണെന്ന് അറിയാം. കാര്യം ഇത്തരത്തിലുള്ള കുറെ ഫാക്ടുകളുണ്ട്. സുനിൽ കലകോല് ചുമ്മയല്ല ഈ റിപ്പോർട്ട് താഴെ കൊടുത്തത്. അദ്ദേഹം കൊടുത്തിരിക്കുന്നത് എവിടെയെന്നറിയോ? ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ഈ സ്ഥലങ്ങളിലൊക്കെ വോട്ടുകൾ ബാധിക്കുമെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നായർ കമ്മ്യൂണിറ്റി ഉണ്ട്. കോട്ടയത്ത് ഈഴവ കമ്മ്യൂണിറ്റി കൂടുതലുണ്ട്, നായർ കമ്മ്യൂണിറ്റി ഉണ്ട്. പത്തനംതിട്ട നായർ കമ്മ്യൂണിറ്റിയുടെ സ്ഥലമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ആലപ്പുഴ, അവിടെ ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ആലപ്പുഴയാണെങ്കിൽ BJP അവിടെ കായംകുളത്ത് പിന്നെ ഇവര് മത്സരിക്കാൻ പോവാ, ശോഭാ സുരേന്ദ്രൻ. അപ്പൊ ഇവിടെ അക്കൗണ്ട് തുറക്കും BJP. നിയമസഭയിൽ അടുത്ത തീർച്ചയായിട്ടും BJP അക്കൗണ്ട് തുറക്കും. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം തെക്കൻ ജില്ലകൾ, കൊല്ലം, തിരുവനന്തപുരം, നമ്മുടെ പിന്നെ അങ്ങോട്ട് പോകും തോറും അങ്ങ് ബാലരാമപുരം, നെയ്യാറ്റിങ്കര മണ്ഡലം, പാറശാല മണ്ഡലം ഒക്കെ പോകുമ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ ഹിന്ദു നാടാറുണ്ട്, ക്രിസ്ത്യൻ നാടാറുണ്ട് അല്ലെ? തിരുവനന്തപുരം ജില്ല അങ്ങനെയൊക്കെ. പക്ഷെ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന നാളുകൾ ഇനിയും വിദൂരമാണെന്ന് തന്നെയാണ് കരുതേണ്ടത്. പക്ഷെ കായംകുളത്ത് സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. കായംകുളത്ത് അവരുടെ വർക്ക് തുടങ്ങി കഴിഞ്ഞു. ആയിരിക്കാം. പക്ഷെ ഒരു സീറ്റ് പിടിച്ചടക്കുക എന്നുള്ളത് വളരെ അത്ര എളുപ്പമുള്ള കാര്യമാണ്. എളുപ്പമല്ലെന്ന് വെച്ചാൽ ചിലപ്പോ BJP ഇപ്പൊ ഒരു അടവ് നയം എടുക്കുമായിരിക്കും. CPMന് കുറച്ച് ഭൂരിപക്ഷ ഹിന്ദു വോട്ട് മറിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പൂർണ്ണമായി അടുത്തൊരു ഭരണം വരുമ്പോൾ ഇതിനേക്കാളും ഗതികെട്ടൊരു ഭരണം CPM ഇവിടെ നടത്തും. അതോടുകൂടി CPM എന്ന് പറഞ്ഞ സംഘടന കേരളത്തിൽ നാമാവശേഷമാകും. അതാണ് അവരുടെ ഒരു ട്രിക്ക്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അതായത് ഭൂരിപക്ഷ വോട്ട് 2026 തിരഞ്ഞെടുപ്പിൽ ഹിന്ദു ഭൂരിപക്ഷ വോട്ട് കിട്ടുമോ എന്ന് കോൺഗ്രസ് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. സുനിൽ കനകോലു, അതായത് അവർ ഏർപ്പെടുത്തിയ AICC ഏർപ്പെടുത്തിയ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തിയിരിക്കുന്ന ആളുടെ റിപ്പോർട്ട് അങ്ങനെയാണ്. അത് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ല തുടങ്ങി മധ്യ കേരളം, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ മറ്റ് സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ ഭൂരിപക്ഷ വോട്ട് കോൺഗ്രസിന് കുറയും എന്ന്.